ഗാനം 20 ദൈവത്തിൽ വിശ്വസിക്കുക ദൈവ പൈതലെ എന്ന് തുടങ്ങുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക ദൈവ പൈതലേ, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമുണ്ടല്ലോ. 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 അടുത്ത ഗാനം നമ്പർ 18 എൻ്റെ പ്രാർത്ഥനകൾ എന്ന് തുടങ്ങുന്നു. പ്രാർത്ഥനകൾ എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. എന്റെ പ്രാർത്ഥനകൾ എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനി
വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. എന്റെ ഭാവിയെ തകർച്ചയിൽ നിന്നും എന്റെ ഭവനത്തെ കഷ്ടതയിൽ നിന്നും എന്റെ വൈരിയിൻ കരങ്ങളിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. എന്റെ ഭാവിയെ തകർച്ചയിൽ നിന്നും എന്റെ ഭവനത്തെ കഷ്ടതയിൽ നിന്നും എന്റെ വൈരിയിൻ കരങ്ങളിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. എന്നെ രോഗത്തിൽ കരുതിയ ദൈവം, എന്നെ താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം, നിത്യം കാത്തിടും കൺമണി പോ. എന്നെ രോഗത്തിൽ കരുതിയ ദൈവം, എന്നെ താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം, നിത്യം കാത്തിടും കൺമണി പോ. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനാം യേശുപരൻ. എന്റെ പ്രാർത്ഥനകൾ എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. കൺവെൻഷൻ ഗീതങ്ങളിലെ
21 ഗാനം കൃപയാ. കൺവെൻഷൻ ഗീതങ്ങളിലെ 24 ഗാനം ക്രൂശിൽ കണ്ടു ഞാൻ നിൻ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാ
പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്. അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്. അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നെ വാഴ്ത്തും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തും സൃഷ്ടാവേ. കണ്ടു ഞാൻ സ്നേഹത്തെ. സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു നാഥനേ. മൊഴിയിൽ കേട്ടു രക്ഷയിൽ ശ്രദ്ധത്തെ. വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൽ ശബ്ദത്തെ. വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി.
പകരം എന്തു നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തിൽ പകരം എന്തു നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തിൽ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. കൺവെൻഷൻ ഗീതങ്ങളിലെ 21-ാമത്തെ ഗാനം കൃപയാൽ. കൃപയാൽ ഞാൻ ജീവിക്കുന്നു. ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു.
കൺവെൻഷൻ ഗീതങ്ങളിലെ 23-ാമത്തെ ഗാനം യേശുവിൻ കൃപകൾ. യേശുവിൻ കൃപകൾ ധ്യാനിച്ചിടാം, യേശുവിൻ സ്നേഹം വർണ്ണിച്ചിടാം. യേശുവിൻ കൃപകൾ ധ്യാനിച്ചിടാം, യേശുവിൻ സ്നേഹം വർണ്ണിച്ചിടാം. അതിനാഴം അറിഞ്ഞിടാൻ ആർക്കു കഴിഞ്ഞിടും, അതുല്യമല്ലോ ദൈവസ്നേഹം. അതിനാഴം അറിഞ്ഞിടാൻ ആർക്കു കഴിഞ്ഞിടും, അതുല്യമല്ലോ ദൈവസ്നേഹം. യേശുവിൻ കൃപകൾ ധ്യാനിച്ചിടാം, യേശുവിൻ സ്നേഹം വർണ്ണിച്ചിടാം. സ്വർഗമഹിമകൾ അഖിലവും വെടിഞ്ഞ് പരിശുദ്ധനായവൻ ഭൂവിൽ വന്നു. സ്വർഗമഹിമകൾ അഖിലവും വെടിഞ്ഞ് പരിശുദ്ധനായവൻ ഭൂവിൽ വന്നു. തിരുമേനി മുറിഞ്ഞും തിരുനിടം ചൊരിഞ്ഞും തിരുജീവനൻ പേർക്കായി വെടിഞ്ഞ സ്നേഹം. തിരുമേനി മുറിഞ്ഞും തിരുനിടം ചൊരിഞ്ഞും തിരുജീവനൻ പേർക്കായി വെടിഞ്ഞ സ്നേഹം. അതിനാഴം അറിഞ്ഞിടാൻ ആർക്കു കഴിഞ്ഞിടും, അതുല്യമല്ലോ ദൈവസ്നേഹം. അതിനാഴം അറിഞ്ഞിടാൻ ആർക്കു കഴിഞ്ഞിടും, അതുല്യമല്ലോ ദൈവസ്നേഹം. യേശുവിൻ കൃപകൾ ധ്യാനിച്ചിടാം, യേശുവിൻ സ്നേഹം വർണ്ണിച്ചിടാം. കാട്ടൊലിവായിരും നടിയനിൽ കനിഞ്ഞ് നല്ലൊലിവോടങ്ങു ചേർത്തടച്ചു. കാട്ടൊലിവായിരും നടിയനിൽ കനിഞ്ഞ് നല്ലൊലിവോടങ്ങു ചേർത്തടച്ചു. കുറവുകളോർക്കാതൻ വിനവുകളറിഞ്ഞ് പരിചോടു കാക്കുന്ന ദിവ്യ സ്നേഹം. കുറവുകളോർക്കാതൻ വിനവുകളറിഞ്ഞ് പരിചോടു കാക്കുന്ന ദിവ്യ സ്നേഹം. അതിനാഴം അറിഞ്ഞിടാൻ ആർക്കു കഴിഞ്ഞിടും, അതുല്യമല്ലോ ദൈവസ്നേഹം. അതിനാഴം അറിഞ്ഞിടാൻ ആർക്കു കഴിഞ്ഞിടും, അതുല്യമല്ലോ ദൈവസ്നേഹം. യേശുവിൻ കൃപകൾ ധ്യാനിച്ചിടാം,
കൺവെൻഷൻ ഗീതങ്ങളിലെ 22-ാമത്തെ ഗാനം കരുണാമയനെ കനിയണമേ. കരുണാമയനേ കനിയണമേ, കനിവേറും കരങ്ങളിൽ കരുതിയിടണേ. നീയല്ലാതില്ലെനിക്കാലംബമേ, നീയല്ലോ ജീവന്റെ ആധാരമേ. കരുണാമയനേ കനിയണമേ, കനിവേറും കരങ്ങളിൽ കരുതിയിടണേ. ആലംബം നീ, ആധാരം നീ, ഒരു നാളും പിരിയാത്ത സഖിയായും നീ, തണലായും നീ, തുണയായും നീ, എന്നും എന്നെ താങ്ങേണം നീ. കരുണാമയനേ കനിയണമേ. ആകാശഗോളങ്ങളെല്ലാം അനന്തമായി വാനിൽ രചിച്ച പിതാവേ, എന്നന്തരംഗവും എല്ലാം നമ്മത് ഉദരത്തിൽ മെനഞ്ഞവൻ നീയേ. നീയല്ലാതില്ലെനിക്കാലംബമേ, നീയല്ലോ ജീവന്റെ ആധാരമേ. കരുണാമയനേ കനിയണമേ. മാനവരക്ഷയ്ക്കായി യാഗമായി തീർന്നത ഊനമില്ലാത്ത കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ എല്ലാം ചുമന്നയ്യോ കുരിശിൽ മരിച്ചവൻ നീയേ. നീയല്ലാതില്ലെനിക്കാലംബമേ, നീയല്ലോ ജീവന്റെ ആധാരമേ. കരുണാമയനേ കനിയണമേ, കനിവേറും കരങ്ങളിൽ കരുതിയിടണേ. ആലംബം നീ, ആധാരം നീ, ഒരു നാളും പിരിയാത്ത സഖിയായും നീ, തണലായും നീ, തുണയായും നീ, എന്നും എന്നെ താങ്ങേണം നീ. കരുണാമയനേ കനിയണമേ. ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടെ പ്രഘോഷത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു നിമിഷം തലകളെ വണക്കാം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഈ സന്ധ്യയെങ്കിൽ ഇപ്രകാരം ഒരു കൂടിവരവ് ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം. 17 നൂറ്റാണ്ടുകളായി സഭ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണത്തെ, അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കുവാനുള്ള ഈ വലിയ ഉദ്യമത്തിൽ നീ ഞങ്ങൾക്ക് തന്ന ഈ സന്ധ്യയ്ക്കായും ഈ സാവകാശത്തിനായിട്ടും സ്തോത്രം. അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ 17 നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സഭയ്ക്ക് ലഭിച്ചുവല്ലോ.
അതിലൂടെ നേടിയ സഭയുടെ ആ വലിയ അനുഗ്രഹങ്ങൾ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ സഭാ വിശ്വാസത്തിൻ്റെ മാത്രമല്ല, സഹോദരി മതങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ ഏറ്റുപറഞ്ഞ വിശ്വാസം മുഖാന്തരമാക്കിയതോർത്ത് സ്തോത്രം. ദൈവമായ കർത്താവേ, സന്ധ്യയിൽ ഞങ്ങൾ ഈ പ്രപഞ്ചത്തെ ഇന്നും നയിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ജീവിപ്പിക്കുന്ന ആത്മാവേ, ശുദ്ധീകരിക്കുന്ന ആത്മാവേ, വഴി നടത്തുന്ന ആത്മാവേ, ഞങ്ങളുടെ മേൽ ആവസിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനിക്കായിട്ട് സ്തോത്രം. മറ്റ് വന്യ വൈദികർക്കായിട്ട് നന്ദി. ഗാനങ്ങൾ ആലപിച്ചവർക്കായിട്ടും സ്തോത്രം. കൂടി വന്ന നിൻ്റെ മക്കൾക്കായിട്ട് നന്ദി. അവിടെ എവിടെയായി ശബ്ദപരിധിയിൽ ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആയിരത്തി 700 വർഷങ്ങൾക്ക് മുൻപ് AD 325 ഏപ്രിൽ മാസം 20 മുതൽ ജൂൺ ജൂലൈ മാസം വരെയും നടന്ന ഒരു വലിയ സുന്നകദോസിൻ്റെ പഠന സമ്മേളനമായി കൂടിയിരിക്കുന്ന ഈ 3ാമത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന അഭിവന്യ മാർ ഔഗിൻ കുറിയാക്കോസ് മെത്രാപ്പൊലിത്ത തിരുമേനി, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഈ മീറ്റിങ്ങിന് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട മൈക്കിളച്ചൻ, അതോടൊപ്പം ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ സഹോദര പട്ടക്കാരെ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ രാത്രിയിൽ ഒരുമിച്ച് ദൈവവചന ധ്യാനത്തിന്, പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൻ്റെ പഠനത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ദൈവജനമേ, ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ആമുഖമായി ഇങ്ങനെയൊരു ക്രമീകരണം ചെയ്ത കൽദയ സുറിയാനി സഭയെ ഹൃദയംഗമായി ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു, സഭയുടെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും അഭിവന്യ തിരുമേനിയോടും മറ്റ് ഇതിൻ്റെ ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കാവുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ആളുകൾ മുൻപോട്ട് ഇരിക്കാൻ പറഞ്ഞു. എന്നാൽ കസേരകളെല്ലാം നല്ല നീല നിറത്തിൽ മുൻപിൽ തന്നെയുണ്ട്. നിങ്ങളെ ഒന്നും കാണാൻ ഒക്കുകയില്ല. നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടല്ല, അല്ലാതെ ഈ 2-3-4 റോയിലെ ആളുകളെ അല്ലാതെ നിങ്ങൾ കുറേ പേർ അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എനിക്ക് ഇന്ന് ഇവിടെ നൽകിയിരിക്കുന്ന ആളെ വിഷയം ഒരു വലിയ കുഴപ്പം പിടിച്ചൊരു വിഷയമാണ്. ദൈവകൃപയാൽ അതിൻ്റെ ആമുഖ ഭാഗം മുഴുവനും 3ാമത്തെ ദിവസത്തെ ഒരു ലേഖനത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ എഴുതി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം രക്ഷപ്പെട്ടു. എന്നാൽ ലോകത്തിൽ സഭകൾ തമ്മിലുള്ള ഏറ്റവും വലിയ ശക്തമായ ആശയക്കുഴപ്പത്തിനും തെറ്റിദ്ധാരണകൾക്കും വൈരുദ്ധ്യങ്ങൾക്കും വിഭജനങ്ങൾക്കുമെല്ലാം കാരണമായ ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിൻ്റെ പഠനവും അന്വേഷണവും. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നത് എങ്ങനെയാണ്? കാത്തിരുന്ന് പ്രാർത്ഥിക്കണമോ? പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നതിൻ്റെ ലക്ഷണം എന്താണ്? മറുഭാഷകളിൽ അന്യഭാഷകളിൽ സംസാരിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ 100 ചോദ്യങ്ങളുടെ പിറകിൽ സഭകളിൽ ഭിന്നിപ്പ് ഉണ്ടാക്കിയ ഒരു വിഷയമാണിത്. സഭയുടെ ഐക്യത്തിനായിട്ട് രൂപപ്പെടുത്തിയ ഒരു വിശ്വാസ പ്രമാണമാണെങ്കിലും ഇന്ന് ഈ ഒരു വിഷയം സഭയുടെ ഭിന്നിപ്പിന് ഒരു കാരണമായി എന്നുള്ളതിന് 2 പക്ഷമില്ല. ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ ഏകദേശം 318-320ഓളം ബിഷപ്പന്മാർ ഈ നിക്യ എന്ന് പറയുന്ന സ്ഥലത്ത്, തുർക്കിയിലെ നിക്യ എന്ന് പറയുന്ന സ്ഥലത്ത് AD 325 അന്നുണ്ടായിരുന്ന ആ വലിയ രാജാവിൻ്റെ, എല്ലാം ആ പുസ്തകത്തിലുള്ളതുകൊണ്ട് ഞാനിത് പറയുന്നില്ല, രാജാവിൻ്റെ ആഹ്വാനം അനുസരിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി
ക്രൈസ്തവ വിശ്വാസത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് സഭയിലുണ്ടായിരുന്ന ചില ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനൊക്കെ വിളിച്ചുകൂട്ടിയ സുന്നകദോസിൽ 2 വിഷയങ്ങൾക്ക് മാത്രമേ പരിഹാരമുണ്ടായുള്ളൂ. അത് ചരിത്രം പഠിച്ചാൽ അറിയാം. ഒന്ന്, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള അസന്നിഗ്ധമായൊരു പ്രസ്താവന അവർ രൂപപ്പെടുത്തിയെടുത്തു. 2, പുത്രനെക്കുറിച്ചുള്ള ദീർഘമായൊരു പ്രസ്താവന വിശ്വാസ പ്രഖ്യാപനവുമായിട്ടും എഴുതിയെടുത്തു. എന്നാൽ നമ്മളിന്ന് അറിഞ്ഞോ അറിയാതെയോ പറയുന്നത് ബാക്കി വരുന്നതും നിക്ക വിശ്വാസ പ്രമാണം എന്നാണ്. എന്നാൽ അതിൻ്റെ ഒരു അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. തുടർന്ന് വരുന്ന 5 വിഷയങ്ങൾ, പരിശുദ്ധാത്മാവ് ഉൾപ്പെടെയുള്ള 5 വിഷയങ്ങൾ രൂപപ്പെടുത്തിയെടുത്തത് കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ കുസ്തന്തിനോസ് പോലീസ് എന്ന് മലയാളത്തിൽ പറയുന്ന ആ സിനഡ് 381 AD 381 കൂടിയ ആ സിനഡിലാണ് ഇതിൻ്റെ ക്രമീകരണം ഉണ്ടായത്. കാരണം 325 വരെയും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു പഠിപ്പിക്ക സഭയിലുണ്ടായിരുന്നില്ല. വേദപുസ്തകത്തിലെ അല്ലെങ്കിൽ ആദിമസഭയിലെ ഏറ്റവും ശക്തനായ വേദശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ്. ആദ്യത്തെ തിയോളജൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. 2ാമത്തെ തിയോളജനാണ് നൈസ്യയിലെ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലാണ്, ഉത്സാഹത്തിലാണ് ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും മാമോദീസയെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും മടങ്ങിവരവിനെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചുമൊക്കെയുള്ള ആ വിശ്വാസ ക്രോഡീകരണം ഉണ്ടായത്. അതുകൊണ്ട് ഈ വിശ്വാസ പ്രമാണത്തിന് തലക്കെട്ട് ചെയ്യേണ്ടത് നിക്യ ആൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രഖ്യാപനം എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ സൗകര്യാർത്ഥം നമ്മളിത് നിക്യ വിശ്വാസ പ്രമാണം എന്ന് പറയുകയാണ്. ഇതിൻ്റെ ആഴത്തിലേക്ക് ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ 1-2 കാര്യങ്ങൾ പറയേണ്ടത്, ഇത് ഞാനിന്ന് നിങ്ങളുടെ സഭയുടെ പുസ്തകം ആരാധനക്രമം അച്ഛനിൽ നിന്ന് ജിനു അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നോക്കി. ഞങ്ങൾ പറയുന്നതിൽ അല്പം വ്യത്യസ്തമാണ്. ഞങ്ങൾ ഈ ഭാഗം 3ാമത്തെ ആ വിഷയം പറയുന്നത് ദൈവത്തിൻ്റെ ആ ഒരു ആരംഭത്തെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞ് കുറച്ച് വ്യത്യസ്തതയിലാണ്. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവൻ, നിബ്യന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ഏക ആത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളതാണ്. അതിനുശേഷം ബാക്കിയുടെ പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഈ വിശ്വാസ പ്രമാണ രൂപീകരണത്തിന് കൂടിയ സിനഡിൻ്റേതായുള്ള നേട്ടം? ഒറ്റ കാര്യം കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താണ് ആ നേട്ടം? 2 കാര്യങ്ങളാണ് അതിനകത്ത് നേട്ടമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ട്രിനിറ്റിയെക്കുറിച്ചുള്ള പഠിപ്പിക്ക വളരെ വ്യക്തമായി. തൃത്വ ഉപദേശത്തെക്കുറിച്ചുള്ള ആധികാരികമായ പഠിപ്പിക്ക നിക്യ വിശ്വാസ പ്രമാണത്തിൻ്റെ രൂപീകരണത്തോടുകൂടി നമുക്ക് ലഭ്യമായി. 2ാമത് ഒരു കാര്യം കൂടെ മനസ്സിലായത്, യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടും അതിലൂടെ ആ വിശ്വാസ പ്രഖ്യാപനം അതിൽ കൂടെ ഉണ്ടായി. തുടർന്ന് ബാക്കിയുള്ള വിശ്വാസ പ്രമാണത്തിൻ്റെ ക്രമീകരണമെല്ലാം അവിടെ വരികയാകുന്നുവല്ലോ. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് ഇതിനെ ആസ്പദമാക്കി ഒരു കോൺഫറൻസ് കോട്ടയത്ത് വൈദിക സെമിനാരിൽ നടന്നു. അവിടെ അധ്യക്ഷത വഹിച്ച അഭിമന്യ തിരുമേനി, ഞങ്ങളുടെ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞ 4 കാര്യങ്ങൾ പറഞ്ഞ് ഞാനിതിൻ്റെ ആമുഖം അങ്ങോട്ട് വിടുകയാവും. തിരുമേനി പറഞ്ഞത്, ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ് ഈ വിശ്വാസ പ്രമാണം എങ്കിലും 4 കാര്യങ്ങൾ അസന്നിഗ്ധമായി ഇത് പ്രഖ്യാപിക്കുന്നു. ഒന്ന്, ഞാനിപ്പോൾ സൂചിപ്പിച്ചത്, ദ ട്രിനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്. ട്രിനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്. 17 നൂറ്റാണ്ടുകൾ സഭയും വിശ്വാസവും ഏറ്റുപറഞ്ഞിട്ടും ഇതിനൊരു മാറ്റവും വരാത്ത ഒരാശയമാണ് ട്രിനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്. 2, മെത്രാപ്പൊലീത്ത പറഞ്ഞത് ദ ചർച്ച് ആസ് എ സിനഡൽ ബോഡി എന്ന് പറഞ്ഞു. ദ ചർച്ച് ആസ് എ സിനഡൽ ബോഡി എന്ന് പറഞ്ഞാൽ ഈ സിനഡിൽ കൂടി രൂപപ്പെട്ട വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് സഭയുടെ നിലനിൽപ്പ് എന്ന് തിരുമേനി ഓർമ്മിപ്പിച്ചു.
മൂന്നാമത് ഒന്ന് പറഞ്ഞത് വളരെ വ്യത്യസ്തമാണ്. ചർച്ച് ആസ് ആൻ എസ്കറ്റോളജിക്കൽ കമ്മ്യൂണിറ്റി. സഭ എന്ന് പറയുന്നത് ഇവിടെയുള്ള ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെയുള്ള ജീവിതത്തെ മാത്രം ആശ്രയിച്ച് ഒരു രൂപപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിയല്ല, വരുവാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോടുകൂടി ഒരു എസ്കറ്റോളജിക്കൽ ഡിമെൻഷനോടുകൂടിയാണ് സഭ നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നാലാമത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ ചർച്ച് എന്ന് പറയുന്നത് ദ ചർച്ച് ഇൻസ്പയർഡ് ബൈ ദി പാരാക്ലിറ്റോസ്. സഭ എന്നും പ്രചോദിപ്പിക്കപ്പെടുന്നത്, സഭ എന്നും ജ്വലിപ്പിക്കപ്പെടുന്നത്, സഭ എന്നും നിലനിൽക്കുന്നത്, നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന പീഡനങ്ങളിൽ കൂടി ഈ സഭ കടന്നുപോയപ്പോഴും ഈ സഭയ്ക്ക് ഒന്നും സംഭവിക്കാതെ സഭ ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഒരു പാരക്ലിറ്റൽ കമ്മ്യൂണിറ്റിയാണ് സഭ, ഒരു പാരക്ലിറ്റൽ ബോഡിയാണ് സഭ. എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തി ആണ് എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. അതല്ല എന്ന് അച്ഛനോട് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു ആൾരൂപമാണ്, ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പഠനത്തിന് ഈ ഒരു ധ്യാനത്തിൽ നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ 2-3 കൊച്ചു തലക്കെട്ടുകളിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ ധ്യാനം അവസാനിപ്പിക്കാം. ഒന്നാമത് എൻ്റെ മനസ്സിൽ വരുന്നത്, പഴയ നിയമത്തിൽ ഈ ആത്മാവിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്താണ്? പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് എന്ത് വാക്കുകൾ കൊണ്ടാണ്? പരിശുദ്ധാത്മാവിൻ്റെ പഴയ നിയമത്തിലെ പ്രവർത്തനം എന്താണ്? 2 വരുന്നത്, പുതിയ നിയമത്തിൽ ഈ ആശയത്തെ എങ്ങനെയാണ് കാണുന്നത്? 3, പൗലോസിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും പഠിപ്പിക്കകളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താണ്, വ്യത്യസ്തത എന്താണ്? ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്, ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ധ്യാനം 8 മണിയാവുമ്പോഴത്തേക്കും അവസാനിപ്പിച്ചു തരാം. ഇവിടെ 1 പറഞ്ഞത് പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടാണ്. എന്താണ് പഴയ നിയമത്തിൽ കാഴ്ചപ്പാടിൽ കാണുന്നത്? അതിനെക്കുറിച്ച് ആദ്യം ആത്മാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലാണ്. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സസ് 1 and 2. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് ചില ആളുകൾ പഠിപ്പിക്കുന്നത് കേട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതായത് 3 കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചതാണ് ഈ ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റ് എന്ന് പഠിപ്പിക്കാറുണ്ട്. അങ്ങനെയല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അതിന് യാതൊരു സംശയമില്ല. വേദപുസ്തകത്തിന് തെളിവ് തരികയാകുന്നു. പിതാവിലൂടെ ഈ പ്രപഞ്ചം ഉണ്ടായപ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതിയിൽ പ്രവർത്തിച്ചത് വചനമാണ്. ദൈവത്തിൻ്റെ വാക്കുകളിലൂടെയാണ് ഈ പ്രപഞ്ചം രൂപപ്പെട്ടത്. ആ വചനത്തെയാണ് യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ ആദിയിൽ ദൈവം മാത്രമായിരുന്നില്ല, ആദിയിൽ ക്രിസ്തുവും ഉണ്ടായിരുന്നു. ഈ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങളെ അവൻ്റെ പിതാവിൻ്റെ തേജസ്സായി അവനെ ഞങ്ങൾ കണ്ടു. യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വയ്ക്കുന്നു, ആദിയിൽ ദൈവം സംസാരിച്ച വചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ പിതാവും പുത്രനും ആദിയിലുണ്ടായിരുന്നു. 3, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ, ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പരിശുദ്ധാത്മാവും പങ്കാളിയായിരുന്നു. ആ ശക്തി അവിടെ വെളിപ്പെടുത്തി എന്നുള്ളത് പഴയ നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ മനസ്സിലാക്കുന്നത് യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സുപരിചിതമായൊരു സംഭവം അവിടെയുണ്ട്. ഒരു പ്രവാചകനെ കൊണ്ട് ചെന്ന് അസ്ഥിക്കൂടങ്ങൾ നിറഞ്ഞിരിക്കുന്ന താഴ്വരയിൽ നിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിച്ചെഴുന്നേൽക്കും. ആ സംഭാഷണം ഞാൻ ഈ സമയത്ത് പറയുന്നില്ല. അവിടെ വീശുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അവിടെ നിൽക്കുന്ന ആ പ്രവാചകനോട് ദൈവം തമ്പുരാൻ പറയുന്നു, നീ കാറ്റുകൾ ഈ നിഹതന്മാരുടെ മേൽ വീശി ഇവർ ഉണർന്നെഴുന്നേൽക്കുവാനൊക്കൊണ്ണം പ്രവചിക്കുക എന്ന് പറയുമ്പോൾ
ആ പ്രവചനത്തിൻ്റെ ഒടുവിൽ അവിടെ കാണുന്നത് ആ താഴ്വരയിൽ അസ്ഥി കൂമ്പാരങ്ങളല്ല, പിന്നെയോ ആ താഴ്വരയിൽ ജീവനും ചൈതന്യമുള്ള ഒരു സൈന്യത്തെ കാണുകയാണ്. ക്രൗഡല്ല, ആൾക്കൂട്ടമല്ല, ഒരു സൈന്യത്തെ കാണുകയാവും. അതുകൊണ്ട് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ്, ഒന്ന് ഞാൻ പറഞ്ഞു സൃഷ്ടിയിലുണ്ടായിരുന്നു, രണ്ട് പിന്നീട് പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതിയിൽ അതുണ്ടായിരുന്നത് മാത്രമല്ല യെഹെസ്കേലിൻ്റെ പ്രവചനത്തിലും ഈ സൃഷ്ടിയെക്കുറിച്ച് കാണുന്നുണ്ട്. അതുമാത്രവുമല്ല പഴയ നിയമത്തിൽ കാണുന്നത് ചില വ്യക്തികൾക്ക് ചില സമയങ്ങളിൽ മാത്രം നൽകപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു പരിശുദ്ധാത്മാവ്. അത് പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്താൻ സാധ്യമായിത്തീരും. ഒന്ന്, ശിംശോൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം, വിവരിക്കുന്നില്ല. ശിംശോൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അദ്ദേഹം ഹി ഡിഡ് മിറക്കിൾസ്, അതാണ് ഇവിടെ കാണുന്നത്. അത്ഭുതങ്ങൾ ചെയ്യേണ്ട സമയമാകുമ്പോൾ, അതിശയങ്ങൾ ചെയ്യേണ്ട സമയമാകുമ്പോൾ ശിംശോൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ മൂന്നാമത് പറയുന്നത്, ചില സമയങ്ങളിൽ ചില വ്യക്തികളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരനുഭവമായി പഴയ നിയമത്തിൽ പരിശുദ്ധാത്മ അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് മാത്രം വിളിക്കപ്പെടുന്ന ഈ ശക്തി അവിടെ ഉണ്ടായിരുന്നു, ഈ ആളത്വം അവിടെ ഉണ്ടായിരുന്നു. നാലാമത് ഒരു കാര്യം കൂടെ അവിടെ മനസ്സിലാക്കുന്നത്, ഇതിന് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമല്ല, പ്രത്യേക ജീവിതങ്ങളിലും പ്രത്യേക രീതികളിലും മാത്രം ഇടപെടുന്ന ഒരു ആത്മാവായിരുന്നു. വിവരിക്കാൻ സമയമെടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കുന്ന രണ്ട് കോണ്ടെക്സ്റ്റിലാണ്. ഒന്ന്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാരുടെ മുൻപിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, അത് വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനൊക്കെ ഒരുക്കിയ അപ്പോസ്തലന്മാരെ ശക്തീകരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതൊരു മിഷനായിരുന്നു. അതുകൊണ്ട് അവിടെ കൂടിയിരുന്ന ആ ശിഷ്യഗണത്തിനായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിച്ചതെന്ന് പറയുന്ന ഒരു അനുഭവം അവിടെയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ നിയമ പഠിപ്പിക്കൽ വ്യക്തമായി മനസ്സിലാക്കുന്നത്, ഇറ്റ് ഈസ് ഗിവൻ ടു ദ ഹോൾ ചർച്ച്. പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് സഭയ്ക്ക് മുഴുവനായിട്ടാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്ന പെന്തക്കോസ്ത് പെരുന്നാൾ വന്നപ്പോൾ അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത്. അവിടെ കൂടിയിരിക്കുന്ന ജനത്തിനൊരു പ്രത്യേകതയുണ്ട്, ഭയന്നിരിക്കുന്നവരാണ്, മരണത്തെ ഭയന്നിരിക്കുന്നവരാണ്, ജീവിതത്തിൻ്റെ സാഹചര്യത്തെ മറന്നിരിക്കുന്നവരാണ്, എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ ആശങ്കപ്പെട്ടിരിക്കുന്നവരാണ്, അവരുടെ ജീവിതത്തിൽ നിരാശ ബാധിച്ചവരാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്നറിയാൻ മേലാതെ കല്ലറ കണ്ട് മടങ്ങി വന്നവരാണ്. ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും വിശ്വസിക്കാത്തൊരു കൂട്ടമാണ്. അവരുടെ ജീവിതത്തിലേക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു അനുഭവം വരുന്നത്. അപ്പോൾ അവിടെ കാണുന്നത് പെന്തക്കോസ്ത് പെരുന്നാൾ വന്നപ്പോൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം വന്നതുകൊണ്ടല്ല ഇതിനെ പെന്തക്കോസ്ത് ദിനമെന്ന് പറയുന്നത്. ഇതൊരു പഴയ നിയമ ആചാരമാണ്. പഴയ നിയമത്തിൻ്റെ ആചാരത്തിനകത്ത് അല്ലെങ്കിൽ വിശ്വാസത്തിനകത്ത് 3 പെരുന്നാളുകൾക്ക് അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്ന്, കൂടാര പെരുന്നാൾ. 400-ലധികം സംവത്സരം ഇസ്രായേൽ ജനങ്ങൾ മിസ്രയീമിൽ കൂടാരങ്ങളിൽ പാർത്തത് കൊണ്ടാണ് കൂടാര പെരുന്നാൾ അവർ ആഘോഷിക്കുന്നതും ഓർമ്മ പുതുക്കുന്നതും. അതുമാത്രമല്ല 40 വർഷം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും അവർ കൂടാരങ്ങളിൽ പാർത്തവരാണ്. അതുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് ദൈവം തമ്പുരാനെ എന്ന് വിളിക്കുന്ന ആ ഒരു കാരണത്താലാണ്. തമ്പ് ഊരാക്കിയവനാണ് ഈ ദൈവം. തമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാരമാണ്. തമ്പ് ഊരാക്കി 40 വർഷം ഇസ്രായേൽ ജനത്തോടുകൂടെ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച ദൈവമായതുകൊണ്ടാണ് ദൈവം തമ്പുരാനെ എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഈ ഒരു സമൂഹം യാത്ര ചെയ്ത ആ ഒരു കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ ഒരു അനുഭവം മനസ്സിലാക്കുന്ന ആ കൂടാരങ്ങളിൽ വസിച്ചതിൻ്റെ ഓർമ്മ ഇപ്പോഴും അവർ പുതുക്കുന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ ആചരിക്കാൻ പോകുന്ന പെസഹ പെരുന്നാൾ. അതെന്താണ്? ഫ്രീഡം ഫ്രം ദ ബോണ്ടേജ് ഓർ ദ സ്ലേവറി ഇൻ ഈജിപ്റ്റ്. ഇസ്രായേൽ ജനങ്ങൾക്ക് ഈജിപ്തിലുണ്ടായിരുന്ന അടിമത്തത്തിനുള്ള വിമോചനത്തിൻ്റെ ആ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. മൂന്നാമത്തെ പെരുന്നാളാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് പെരുന്നാളിനെ ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് 50-ാമത്തേതെന്ന് പറയുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് പെരുന്നാൾ കൊടുക്കുന്ന ശരിയായ അർത്ഥം സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തതിൻ്റെ ഓർമ്മയാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ഇനി ഇത് കണക്ട് ചെയ്ത് ചിന്തിച്ചോണം. അതായത് പെന്തക്കോസ്ത് പെരുന്നാൾ
ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ വചനം കൊടുത്തുവെങ്കിൽ അതേ ദിവസം തന്നെയാണ് ദൈവത്തിൻ്റെ ജനത്തിന് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഈ ദിവസമായതുകൊണ്ടാണ് പെന്തിക്കോസ്ത് പെരുന്നാളെന്ന് പറയുന്നത്. അല്ലാതെ പെന്തിക്കോസ്ത് അനുഭവത്തിലേക്ക് അവർ പ്രവേശിച്ചത് കൊണ്ടല്ല അതിനെ പെന്തിക്കോസ്ത് നാളെന്ന് പറയുന്നത് എന്ന് ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് ഓർമ്മിപ്പിക്കാവുന്നു. അതുകൊണ്ട് പെന്തിക്കോസ്ത് പെരുന്നാൾ വന്നപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്നു. അവിടെ അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ഈ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകത പറഞ്ഞു വിടാതെ മുൻപോട്ട് പോകാൻ ഒക്കുകയില്ല. അത് പറയേണ്ടത് അവിടെ നടന്ന അന്യഭാഷയുടെ അനുഭവമാണ്. സ്പീക്കിംഗ് ത്രൂ ദ ടങ്സ്, അന്യഭാഷയിൽ സംസാരിക്കുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇന്നത്തെ അന്യഭാഷയുമായിട്ട് വ്യത്യാസമുണ്ട്. ഇന്നത്തെ അന്യഭാഷ അതിനോട് കൂട്ടി യോജിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമാണ്. അന്ന് എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 17-18 ദേശക്കാർ ഇതിനോടൊരുമിച്ച് കൂടിയിരുന്നു. യെരുശലേമിലെ പെരുന്നാളിന് വന്നവരാണ്. 17-18 ദേശക്കാർ അവിടെ വന്നു കൂടിയിരുന്നു. എന്നാൽ ഈ ശിഷ്യന്മാർ അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ അവിടെ ഒരു വാചകം പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആളുകൾ മുഴുവനും അവരവരുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ മർമ്മങ്ങൾ തിരിച്ചറിഞ്ഞു. ആമേൻ. സ്പീക്കിംഗ് ത്രൂ അതർ മാൻസ് ലാംഗ്വേജ്, ദാറ്റ് ഈസ് ടങ് സ്പീക്കിംഗ്. സ്പീക്കിംഗ് ത്രൂ അതർ മാൻസ് ലാംഗ്വേജ്, മറ്റു മനുഷ്യൻ്റെ ഭാഷയിൽ കൂടി സംസാരിക്കാൻ സാധിക്കണം. അതാണ് അന്യഭാഷ. ആർക്കും മനസ്സിലാകാത്ത ചില വിദേശ ഭാഷകൾ ആവേശത്തിൽ ഉച്ചരിക്കുന്നതല്ല. അതുമാത്രമല്ല, പൗലോസ് ഇതിനെ ഖണ്ഡിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, 1000 വാക്കുകൾ അന്യഭാഷകളിൽ പറയുന്നതിനേക്കാൾ 5 വാക്ക് ബുദ്ധിയോടെ ആത്മാവിൽ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പൗലോസ് പറയുന്നത്, അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കാണ്. അത് 1 കൊരിന്ത്യർ 12-24 നിങ്ങൾ വായിച്ചോളുക. അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക് അടയാളം എന്ന് പറയുന്നത് പ്രവചനമാണ്. ഇതെല്ലാം വ്യക്തമായിട്ട് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാക്കുന്നത്, സഭയ്ക്ക് മുഴുവനായി ഈ പരിശുദ്ധാത്മാവിനെ ദൈവം തമ്പുരാൻ നൽകി. അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ വരികൾക്കിടയിൽ ഒരു വായനൂടെ ഞാൻ നടത്തിക്കൊള്ളട്ടെ. എന്ന് പറഞ്ഞാൽ, ദ ഹോളി സ്പിരിറ്റ് ഈസ് സ്റ്റിൽ വർക്കിംഗ് ഇൻ ദിസ് കോസ്മോസ്. ഒന്നുകൂടെ വിവരിച്ചാൽ, ഇനി പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരു കാത്തിരിപ്പ് പ്രാർത്ഥനയുടെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് ഓൾറെഡി ഈ പ്രപഞ്ചത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇന്നിവിടെ നടന്ന അല്ലെങ്കിൽ വാഹനത്തിലെത്തിയത് ഈ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഈ തൃശ്ശൂർ പട്ടണം ഇങ്ങനെ ആയിരിക്കുന്നത് ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ സമൂഹത്തിലും ഈ പ്രപഞ്ചത്തിലും ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ട് ഇത് ഈ ഭൂമിയിലില്ല. ഇനി കുറേ ദിവസം 40-30 ദിവസം ഇത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കാമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ നിറയുന്നതെന്ന്? ഒരു ഉദാഹരണം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. പലയിടത്ത് പറഞ്ഞായതുകൊണ്ട് ഒരു ഉദാഹരണം എളുപ്പം പറയാം. മഴ നനയുന്നു, മഴ പെയ്യുന്നു, നിങ്ങൾ കുടയെടുത്തിട്ടില്ല. ഇവിടുന്ന് ആരാധന കഴിഞ്ഞ് പോവുകയാണ്. നിങ്ങളുടെ അയൽപ്പക്കക്കാരുടെ കയ്യിൽ കുടയുണ്ട്. നിങ്ങൾ 2 ഓപ്ഷൻ നിങ്ങളുടെ മുൻപിലുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മഴ നനഞ്ഞുകൊണ്ട് വീട്ടിൽ പോകാം, ആരും ചോദിക്കുകയില്ല. 2, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഈ കുടയുള്ള ആ അയൽപക്കക്കാരിയോട് ഞാനും ഇതിൻ്റെ കീഴിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ച് അനുവാദം വാങ്ങിച്ച ആ കുടയുടെ കീഴിൽ കയറി നനയാതെ വീട്ടിലെത്താം. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവം. എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കീഴിൽ സബ്ഡ്യൂ ചെയ്യുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. ഇറ്റ് ഈസ് ഓൾറെഡി ഹിയർ. പരിശുദ്ധാത്മാവില്ലാത്തൊരു ലോകമാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല.
പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട്, എൻ്റെ ഭവനത്തിൽ ഇല്ലാത്തതുകൊണ്ട്, എൻ്റെ പള്ളിയിൽ ഇല്ലാത്തതുകൊണ്ട്, എൻ്റെ ആരാധനയിൽ ഇല്ലാത്തതുകൊണ്ട്, എൻ്റെ വിശ്വാസ ജീവിതത്തെ സ്വാധീനിക്കാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് പറയുവാൻ എനിക്ക് കഴിയുകയില്ല. ദ ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് ഹിയർ റൈറ്റ് നൗ. ഇവിടെ ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരേണ്ടത് എങ്ങനെയാണ്? വരേണ്ടത് ഞാൻ ആ പരിശുദ്ധാത്മാവിന് എന്നെ തന്നെ വിട്ടുകൊടുക്കുക, വിധേയപ്പെടുക. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്ക് പുനർജനനം, റീജനറേഷൻ എന്ന വാക്ക്. യോഹന്നാൻ 6-ാം അധ്യായം എടുത്ത് വായിച്ചുകൊള്ളുക, 3-ാം അധ്യായം എടുത്ത് വായിച്ചുകൊള്ളുക. അവിടെയെല്ലാം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനുള്ള സംഭാഷണത്തിൽ യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീണ്ടും ജനനവും ദൈവാത്മാവിൻ്റെ അനുഭവങ്ങളും. അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് പൗലോസ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? പൗലോസ് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു പഠിപ്പിക്കുകയുണ്ട്. 1 കൊരിന്ത്യർ 13, 12, 13, 14 ഓർത്തുകൊള്ളുക. 1 കൊരിന്ത്യർ 12, 13, 14 ഈ 3 അധ്യായങ്ങൾ മുഴുവനും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പൗലോസിൻ്റെ പഠിപ്പിക്കകളാണ്. ആ പഠിപ്പിക്കകളിൽ പൗലോസ് പറയാൻ ശ്രമിക്കുന്നത് 2-3 കാര്യങ്ങൾ പെട്ടെന്നങ്ങ് പറയാം, തലവാചകം മാത്രം പറയാം. അദ്ദേഹം പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. വാക്യങ്ങളൊന്നും ഞാൻ റെഫറൻസ് പറയുന്നില്ല. 2, അദ്ദേഹം പറയുന്നത് പരിശുദ്ധാത്മാവ്, ഇത് വേറെ അനുഭവത്തിൽ അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പരിശുദ്ധാത്മാവ് ഈ ജീവൻ്റെ അനുഭവമാകുന്നു. അതുമാത്രമല്ല, ഇത് ജീവൻ്റെ ആത്മാവ് കൂടിയാണ്, ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്. 2, അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇത് ലൈഫ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ്. 3, അദ്ദേഹം പറയുന്നത് ഇതൊരു സ്പിരിറ്റ് ഓഫ് വിറ്റ്നസ്, സാക്ഷ്യത്തിൻ്റെ ആത്മാവാണ്. 4, അദ്ദേഹം പറയുന്നത് ഇതൊരു തുണ നിൽക്കുന്ന ആത്മാവാണ്. 5, അദ്ദേഹം പറയുന്നത് ഇത് വഴി നടത്തുന്ന ആത്മാവാണ്. 6, അദ്ദേഹം പറയുന്നത് ഇത് നമുക്ക് അവകാശത്തിൻ്റെ അച്ചാരമായി. അതാണ് ഞാൻ അവിടെ കൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു നിത്യജീവൻ എനിക്ക് ഉണ്ട് എന്നുള്ള ആ അവകാശത്തിൻ്റെ അച്ചാരമായി എനിക്കും നിങ്ങൾക്ക് നൽകുന്ന ഒരു എക്സ്പീരിയൻസാണ് പരിശുദ്ധാത്മാവ്. ഒരു വസ്തു വാങ്ങാനോ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ക്രമീകരണം ചെയ്യുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കും എന്നതുപോലെ തന്നെ നിത്യജീവനിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അഡ്വാൻസാണ്, അച്ചാരമാണ് പരിശുദ്ധാത്മാവെന്ന് ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഇത് വ്യത്യസ്തമാണ്. യേശുക്രിസ്തു 14, 15, 16 യോഹന്നാൻ എഴുതിയ സുവിശേഷം, 14, 15, 16 മറ്റത് 12, 13, 14 ഈ 2 ഭാഗങ്ങളിലായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. ഈ യോഹന്നാനിൽ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ മുഴുവനുണ്ട്. 14-ാം അധ്യായം ആരംഭിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഫെയർവെൽ അഡ്രസ്സാണ്. 17-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിതന പ്രാർത്ഥനയുമാണ്. ഇതിനിടയ്ക്കുള്ള ഈ 3 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യേശുക്രിസ്തു വളരെ ഗൗരവമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 1, പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനാണ്. അത് നമ്മളിവിടെ മാനിക്കുന്ന ആ വിശ്വാസ പ്രമാണത്തിൻ്റെ വാചകത്തിലുണ്ട്, പിതാവിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത്. അത് യോഹന്നാൻ 14-ൽ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനായി, ഒരു ശക്തിയായിട്ടല്ല, ഒരു കാര്യസ്ഥനായി എന്നോടും നിങ്ങളോടും കൂടെ ഇരുന്നു കൊണ്ട് ഈ ജീവിതയാത്രയിൽ നമ്മളെ നയിക്കുമെന്നുള്ളതിനെക്കുറിച്ച് യേശുക്രിസ്തുവോടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ഹീസ് എ ടീച്ചർ. യോഹന്നാൻ 16:26 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പരിശുദ്ധാത്മാവ് ഒരു അധ്യാപകനാണ്, പല കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും മനസ്സിലാക്കി തരുന്ന ആളാണ്. അതുമാത്രമല്ല, ഈ പരിശുദ്ധാത്മാവ് ചിലതൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ്. യേശുക്രിസ്തുവിനെ പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുന്നതാണ്. ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ എവിടെയെങ്കിലുമൊക്കെ കാലുകൾ ഇടറുമ്പോൾ അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തും. ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് ഗാഗുൽത്താ മലയുടെ മുകളിൽ ആ 2 കുരിശുകളുടെ നടുവിലൊരു കുരിശിലായി നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നിൻ്റെ പാപമോചനത്തിന് വേണ്ടി, നിൻ്റെ കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉടയതമ്പുരാൻ തൻ്റെ പുത്രനെ യാഗമായി അർപ്പിച്ചത് നീ മറക്കരുത്. അത് ഓർമ്മിപ്പിക്കും പരിശുദ്ധാത്മാവ്. വേറൊന്നുകൂടെയുണ്ട്,
അത് മനസ്സിലാക്കുന്നത് 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലാണ് അവിടെ പറയുന്നത്. സത്യത്തെക്കുറിച്ച്, അത് ഞാൻ പിന്നീട് വിവരിക്കാം, സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധം വരുത്തും. സത്യം എന്താണെന്നറിയാമോ? എന്താണ് സത്യം? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. എന്താണ് പാപം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കായികയാൽ പാപം. എന്താണ് നീതി? ദൈവം തൻ്റെ സന്നിധിയിലേക്ക് ക്രിസ്തു മടങ്ങിപ്പോകുന്നതിലാണ് നീതി. ന്യായവിധി എന്താണ്? ഈ ലോകത്തിൻ്റെ അധിപൻ വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയാണ്. ഇത് യേശുക്രിസ്തുവിടെ പറയുന്നുണ്ട്. പിന്നീട് പല കാര്യങ്ങൾ യേശുക്രിസ്തു പറയുന്നുണ്ട്. എല്ലാം ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയം ചുരുക്കമാണല്ലോ. പിന്നീട് ഒരു കാര്യം കൂടെ പറയുന്നത്, ബോധം വരുത്തുന്ന ഒരു ആത്മാവ് കൂടിയാണ് പരിശുദ്ധാത്മാവ്. ചില കാര്യങ്ങളിൽ ഞാൻ അബോധാവസ്ഥയിൽ പോകും. ഇന്നത്തെ തലമുറയെ നമ്മൾ നോക്കിയാൽ കാണുന്നത് അവിടെയാണ്. ബോധമില്ല. ഇന്ന് ഞാനൊരു വാർത്ത വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ തോന്നി. വിവാഹത്തിൻ്റെ ഒരുക്കം നടക്കുകയാണ്. നടക്കുന്ന സ്ഥലത്ത് നിന്ന് വിവാഹ വധുവിൻ്റെ അമ്മയെ കാണാനില്ല. മകൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച സ്വർണവും കാണാനില്ല. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും, പക്ഷേ നിങ്ങളുടെ ഊഹം തെറ്റായിരിക്കും. ഈ അമ്മ ഈ സ്വർണവും എടുത്തുകൊണ്ട് ഒളിച്ചോടിപ്പോയത് തൻ്റെ മകളെ കെട്ടാനിരുന്ന വരൻ്റെ കൂടെയാണ്. എവിടാ ബോധം? എവിടെയാ മനുഷ്യൻ്റെ ജീവിതത്തിൽ ബോധം? എവിടെയാ? 22 23 വയസ്സ് പ്രായമുള്ള തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് സ്വർണവും വാങ്ങിച്ച് വീട്ടിൽ വെച്ചപ്പോൾ 27 28 വയസ്സുള്ള ആ മരുമകനാകേണ്ടവൻ്റെ കൂടെ വീട്ടിൽ സ്വർണവും എടുത്തുകൊണ്ട് ഇവൻ്റെ എല്ലാം കുഞ്ഞിൻ്റെ അമ്മയും വല്യമ്മയും ആകേണ്ട ഈ അമ്മ ഓടിപ്പോയെങ്കിൽ എവിടെയാണ് ബോധം? മനുഷ്യനിന്ന് ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ വിശ്വാസ പ്രമാണമൊക്കെ ധ്യാനിക്കുന്നത്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കുന്നത്. എന്താണ്? ചിലതിനെക്കുറിച്ച് ബോധം വരുത്തും, ചിലതിനെ നമ്മളെ ബോധ്യപ്പെടുത്തും. ഇതിങ്ങനെയല്ല, ഇത് നീതിയല്ല, ഇത് ശരിയല്ല, ഇത് സത്യമല്ല, ഇങ്ങനെയല്ല ജീവിക്കേണ്ട നമ്മളെ ബോധ്യപ്പെടുന്ന ഒരു ആത്മാവാകുന്നു. എൻ്റെ അവസാന ഭാഗത്തേക്ക് വരട്ടെ. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. അവിടെ എന്നാ മനസ്സിലാക്കുന്നറിയാമോ? 3 കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. എന്താണ് 3 കൊച്ചു കാര്യങ്ങൾ? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഇടപെടുന്നതെന്നറിയാനായിട്ടാണ്. ഇത്രയും നമ്മൾ കേട്ടു, ഇതിൻ്റെ തിയറി പോലെയൊക്കെ നമ്മൾ കേട്ടു. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എങ്ങനെയാണ്, അതൊന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നോക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം. എങ്ങനെയാണ് ഇടപെടുന്നത്? ചിന്തിച്ചു നോക്കുക. അവിടെ കാണുന്നത് ഒന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം, എൻ്റെ വാക്യത്തിൻ്റെ റെഫറൻസോടെ പറയാം. ഞാൻ മുൻപേ പറഞ്ഞ യോഹന്നാൻ 16:8 മുതൽ 11 വരെ. അവിടെ കാണുന്നത് എന്ത് നമുക്ക് നൽകുമെന്നറിയാമോ? ദ കോൺഷ്യസ്നെസ് ഓഫ് സിൻ, പാപത്തെക്കുറിച്ചുള്ള ബോധം. ഒരാളിനെ ഒന്ന് പരിചയപ്പെടുത്താം. അയാൾ എഴുതിയ സങ്കീർത്തനം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 51-ാം സങ്കീർത്തനം. അത് എഴുതിയ ആളിനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. പേര് ദാവീദ് രാജാവെന്നാണ്. വൈകുന്നേരം ഈവനിങ് ടീയുമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാൽക്കണിയിൽ അദ്ദേഹം ഒന്ന് കറങ്ങി നടന്നപ്പോൾ കണ്ട ഒരു കണ്ണിന് ആകർഷണം നൽകുന്നൊരു കാഴ്ച ആ ദാവീദ് രാജാവ് കണ്ട വ്യക്തിത്വത്തെ ആളയച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് വരുത്തി. ബാക്കി നിങ്ങൾക്കറിയാം. ആ സ്ത്രീ മടങ്ങി തൻ്റെ ഭവനത്തിലേക്ക് പോയി. ആ സ്ത്രീ അവൻ്റെ പട്ടാളത്തിലെ പ്രധാനിയായ ഒരു മനുഷ്യനായിരുന്നു, ഊരിയാവ്. പട്ടാളത്തിലെ പ്രധാനിയായ ഊരിയാവിൻ്റെ ഭാര്യ ബത്ശബയായിരുന്നു ഈ രാജാവിൻ്റെ കണ്ണിന് മുമ്പിൽ ഇഷ്ടം തോന്നിയത്. മാസങ്ങൾ ചിലത് കഴിഞ്ഞു, രാജാവിനൊരു കുറിപ്പെത്തുന്നു, ഞാൻ ഗർഭിണിയാണ്. കുറിപ്പെത്തുന്നു. ഒരു പ്രശ്നവുമില്ല, രാജാവല്ലേ, അധികാരമുണ്ടല്ലോ. എന്താ മാർഗം? ഭർത്താവിനെ കൊല്ലണം, ഊരിയാവിനെ കൊല്ലണം. ഒരു എഴുത്ത് കൊടുത്ത് ഊരിയാവിൻ്റെ കയ്യിൽ തന്നെ വിടുകയാണ്. എന്തിനാ വിടുന്നതെന്നറിയാമോ? ഇവനെ ഇടയ്ക്ക് വെച്ചുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അവനെ വീട്ടിൽ വിടാൻ നോക്കണൊക്കെ പോകാതെ കൊട്ടാരവാതിക്കൽ കിടന്നതൊക്കെ.
അവനെ പടയിലേക്ക് വിടുകയാണ്. സൈന്യാധിപൻ പറയുന്നു, ഊരിയാവിനെ പടയുടെ മുൻപിൽ നിർത്തി യുദ്ധം നയിക്കണം. പട മുറുകി വരുമ്പോൾ നിങ്ങൾ പുറകോട്ട് മാറണം. ഊരിയാവ് വെട്ടുകൊണ്ട് കൊല്ലണം. വിവരം എന്നെ അറിയിക്കണം. ശുഭപര്യവസായിയായി. അപ്രകാരം തന്നെ പടയാളി ചെയ്തു. പാവപ്പെട്ട ഊരിയാവിനെ മുൻപിൽ കൊണ്ട് നിർത്തി യുദ്ധം ചെയ്യിച്ചു. സൗകര്യമായപ്പോൾ പിന്മാറി. അവൻ വെട്ടേറ്റ് മരിച്ചു. സൈന്യാധിപൻ കുറിപ്പ് കൊടുത്തയച്ചു. ഊരിയാവ് മരിച്ചു. ബത്ശേബയെ ആളയച്ച് വിളിച്ചു വരുത്തി. ആയിരക്കണക്കിന് ഭാര്യമാരും വെപ്പാട്ടികളുമുള്ള മഹാരാജാവിൻ്റെ ഗണത്തിലേക്ക് ഒരു സ്ത്രീയെ കൂടെ ഉൾപ്പെടുത്തി. സംഗതികളെല്ലാം ശുഭം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൃദ്ധൻ കൂനിക്കൂടി ആ കൊട്ടാരത്തിലേക്ക് കയറി വരുന്നു. അയാളുടെ പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നാഥാൻ. അദ്ദേഹം വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവ്, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എൻ്റെ അയൽപക്കത്ത് ആയിരക്കണക്കിന് ആടുകളുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ വീട്ടിലൊരു അതിഥി വന്നപ്പോൾ തൊട്ട അയൽപക്കത്ത് ഒരു വീട്ടിൽ ഒരു മനുഷ്യൻ ഒരു ആട്ടിൻകുട്ടിയെ വളർത്തിയിരുന്നു. അതവൻ്റെ നെഞ്ചത്ത് കയറി കിടക്കുമായിരുന്നു. അവൻ്റെ കൂടെ കിടക്കയിൽ കിടക്കുമായിരുന്നു. അവൻ്റെ ഭക്ഷണം കഴിക്കുമായിരുന്നു. അവൻ അതുപോലെ സ്നേഹം വേറൊന്നിനോടില്ലായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ ആ ആട്ടിൻകുട്ടിയെ പിടിച്ച് കൊന്ന് ആഹാരമാക്കി അതിഥികൾക്ക് കൊടുത്തു. ശരിയോ തെറ്റോ? അയ്യോ, രാജാവിൻ്റെ മുഖം ചുമന്നു. ആ സിംഹാസനം കുലുങ്ങി. രാജാവ് ആ കൊട്ടാരത്തിൻ്റെ ആ അകത്തളങ്ങൾ ഇളകത്തക്കവണ്ണം തൻ്റെ വിധി പ്രസ്താവിച്ചു. ആ മനുഷ്യൻ മരിക്കണം. അങ്ങനെ ഒരാടിനെ കൊന്ന ഒരുത്തനുണ്ടെങ്കിൽ അവൻ മരിക്കണം. അവനിനി ജീവിക്കാൻ അവകാശമില്ല. ആ വയസ്സൻ തൻ്റെ കൈ ഇങ്ങനെ കണ്ണിന് മുകളിലേക്ക് വെച്ചിട്ട്, എൻ്റെ ഊഹമാണ്, ആ രാജാവിൻ്റെ നെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, യു ആർ ദാറ്റ് മാൻ. ആ മനുഷ്യൻ നീ തന്നെ. അയ്യോ, അവൻ്റെ ഏപ്പുകൾ ആടിക്കാണും. വിവരിച്ചു കൊടുത്തു. ഊരിയാവ് എവിടെ? അവൻ്റെ ഭാര്യ ബത്ശേബ എവിടെ? ചോദ്യം ശക്തമായിരുന്നു. പാപബോധമില്ലാതെ, നീതിയെക്കുറിച്ച് അറിയാതെ, ന്യായവിധിയെക്കുറിച്ച് അറിയാതെ എന്തും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ദാവീദിനോട് ദൈവം തമ്പുരാനൊരു പാവപ്പെട്ട പ്രവാചകരിൽ കൂടി ഇടപെട്ടുവെങ്കിൽ, എൻ്റെ മുൻപിലിരിക്കുന്ന വിശ്വാസ സമൂഹമേ, രഹസ്യമായോ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന പലതിൻ്റെ മുകളിൽ ഈ ന്യായവിധിയുടെ വിരൽ ചൂണ്ടുവാനൊക്കണം ദൈവം തമ്പുരാൻ ചിലരെ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അതാണ് ഇവിടെ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം. എൻ്റെ ജീവിതത്തിലെ രഹസ്യ പാപങ്ങൾ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ചില രഹസ്യ തഴക്കങ്ങൾ എനിക്ക് ഒരിക്കലും മാറ്റാനൊക്കാത്ത, ഞാൻ ഇഷ്ടപ്പെടുന്നതുണ്ട്, അതൊന്നും മാറ്റാനൊക്കത്തില്ല. ചില ബന്ധങ്ങൾ എനിക്കുണ്ട്, അത് ഉപേക്ഷിക്കാനൊക്കുന്നില്ല. ചില വാട്സപ്പ് കണക്ഷൻസ് ഉണ്ട്, ചില യൂട്യൂബ് ബന്ധങ്ങളുണ്ട്, പലതുണ്ട്, നെറ്റ് കണക്ഷൻസ് ഉണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്ന സ്നേഹിതരെ, യൗവനക്കാരെ, മധ്യവയസ്കരെ, പ്രായമുള്ളവരെ, നിന്നെ ഇന്ന് ബന്ധിപ്പിച്ചിട്ടിരിക്കുന്ന ഈ ചങ്ങലകളുടെ നേരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയാകുന്നു, നീയാണ് ആ മനുഷ്യൻ. സാറാ തോമസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്, ആ മനുഷ്യൻ നീ തന്നെ. ഏപ്പുകൾ ആടി, തളർന്നു. തന്നെത്താൻ മരണവിധി എഴുതിയ ലോകത്തിലൊരു രാജാവാണ് ദാവീദ്. തന്നെത്താൻ സ്വയം മരണവിധി എഴുതിയ ഒരു രാജാവ്. അതിൻ്റെ അർത്ഥതലങ്ങളാണ് 51-ാം സങ്കീർത്തനം. നാഥാൻ തൻ്റെ മുൻപിൽ വന്നപ്പോൾ ചമച്ച സങ്കീർത്തനം, അനുതാപത്തിൻ്റെ സങ്കീർത്തനം. എന്താ സംഭവിച്ചു? അനുതപിച്ചു. കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് രോഗിയായി. മകൻ രോഗിയായി. മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ വെളിപ്പെട്ടു. എന്താ ദൈവത്തിൻ്റെ നീതിയും ന്യായവിധിയും? ആ കുഞ്ഞ് മരിച്ചു. ആ കുഞ്ഞിൻ്റെ മരണം അറിയിക്കുവാൻ ആ കൊട്ടാരത്തിലെ ആളുകൾ ഭയപ്പെട്ടു. കാരണം ഈ കുഞ്ഞ് രോഗിയായി കിടന്നപ്പോൾ ഇവങ്ങനെ അവൻ്റെ റിയാക്ഷൻസ് എങ്കിൽ കുഞ്ഞ് മരിച്ചു എന്ന് കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? അറിയാൻ പാടില്ല. അതുകൊണ്ട് മരണം അവർ അറിയിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണം അറിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. രട്ടും വെണ്ണീറുമൊക്കെ മാറി, ശീലയൊക്കെ മാറി, കുളിച്ചു ഒരുങ്ങി ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്, ന്യായവിധി. ചില ന്യായവിധി എൻ്റെയും നിൻ്റെയും ജീവിതത്തിന് മേലുണ്ട്. 1700 സംവത്സരങ്ങൾക്ക് മുൻപ്
നൈസ്യയിൽ രൂപപ്പെട്ടിരുന്ന 380ഓളം 318ഓളം മേൽപ്പട്ടക്കാർ കൂടി എഴുതിയെടുത്ത ഈ വിശ്വാസ പ്രമാണത്തിൽ 17 നൂറ്റാണ്ട് കൊണ്ട് ഏറ്റുപറയുന്ന ഈ വിശ്വാസം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൻ്റെ മേൽ പാപബോധം വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് ഇന്ന് രാത്രിയിൽ അവസാനിപ്പിക്കണം. നാളെ ഇത് വിളിച്ചു പറയരുത്. എന്തിനു വിളിച്ചു പറയണം? പാപത്തെക്കുറിച്ചുള്ള ബോധം എൻ്റെ ജീവിതത്തിൽ വരുത്താൻ ഈ വിശ്വാസ പ്രമാണത്തിൽ 3-ാമത്തെ പാരഗ്രാഫ് എഴുതിയിരിക്കുന്ന സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവെന്ന് എൻ്റെ നാവുകൊണ്ട് ഞാൻ ഏറ്റുപറയുമ്പോൾ, ഞാൻ എൻ്റെ രഹസ്യങ്ങളുടെ ഉള്ളിൽ പാപത്തെ വെച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് ഏറ്റുപറയരുത്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഈ പരിശുദ്ധാത്മാവ് തരുന്നത്? പാപത്തെക്കുറിച്ചുള്ള ബോധം തരും. പാപത്തെക്കുറിച്ചുള്ള ബോധം. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഇവിടെ നിന്നോട് പറയാം, എൻ്റെ സമയം അനുവദിക്കുന്നില്ല. രണ്ടാമത് ഒരു കാര്യം കൂടെ പറയട്ടെ. എന്താണ് മനസ്സിലാക്കുന്നത്? ഈ പരിശുദ്ധാത്മാവ് ഒരു പാപിയെ രൂപാന്തരപ്പെടുത്തും, അല്ലെങ്കിൽ ഒരു പാപിയെ പുതുക്കും. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉപയോഗിച്ചോട്ടെ. അവിടെ കാണുന്നത് മേക്ക് എ സിന്നർ ന്യൂ. ഒരു പാപിയെ പുതുക്കിയെടുക്കുകയാകുന്നു. അതുകൊണ്ടാണല്ലോ ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് അഖില ലോക സഭാ കൗൺസിലിൻ്റെ വേൾഡ് കൗൺസിലിൻ്റെ തീം, വേൾഡ് അസംബ്ലിയുടെ തീം ഇതായിരുന്നു: കം ഹോളി സ്പിരിറ്റ് റിന്യൂ ദ ഹോൾ ക്രിയേഷൻ. കം ഹോളി സ്പിരിറ്റ് റിന്യൂ ദ ഹോൾ ക്രിയേഷൻ. സകല സൃഷ്ടിയെയും പുതുക്കണം. നമുക്ക് ആ ഒരു പുതുമയുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജീവിതാനുഭവം എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് വന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ദൈനംദിന വ്യാപാരങ്ങൾക്ക്, എൻ്റെ സംഭാഷണങ്ങൾക്ക്, എൻ്റെ നോട്ടങ്ങൾക്ക്, എൻ്റെ ബന്ധങ്ങൾക്ക്, എൻ്റെ യാത്രകൾക്ക്, എൻ്റെ പ്രവർത്തനങ്ങൾക്ക്, എൻ്റെ കൂട്ടുകെട്ടുകൾക്ക്, എൻ്റെ സംഭാഷണങ്ങൾക്ക് സകലതിനും ഒരു ന്യൂനെസ് ഫീൽ ചെയ്യും. ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് പരിചയപ്പെടുത്തിയ സമയം പോകുന്നു. കുട്ടനാടുള്ള ഒരു കുടുംബമാണ്. തികഞ്ഞ മദ്യപാനി. 28ഓളം കുടുംബങ്ങൾ കുടികിടപ്പുകാരായി അദ്ദേഹത്തിൻ്റെ ആ വലിയ പുഞ്ചയുടെ വയലിൻ്റെ കരയ്ക്ക് കിടപ്പുണ്ട്. വർഷങ്ങളായി, തലമുറകളായിട്ടും ഒറ്റ ഒരാൾക്ക് പോലും 1 സെൻറ്റ് സ്ഥലം പോലും കൊടുക്കാതെ അവരങ്ങനെ കിടക്കുകയാണ്. അവരെന്നും ആവശ്യപ്പെടും, കൊടുക്കുകയില്ല. ഈ മനുഷ്യൻ കുടിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം അംഗമായിരിക്കുന്ന സഭയിലെ 2 കന്യാസ്ത്രീകൾ ആ ഭവനത്തിൽ സന്ദർശനത്തിൽ വന്നു. ആ അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, സിസ്റ്റേഴ്സ്, എന്തെങ്കിലും എൻ്റെ കുടുംബത്തോട് ചെയ്യണം. ഈ മനുഷ്യൻ കുടിച്ച് മരിക്കുകയാണ്. അവർ അദ്ദേഹത്തോട് സംസാരിച്ചു, കൗൺസിൽ ചെയ്തു. അവസാനം അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ നിങ്ങൾ പറയുന്നിടത്ത് വരാം, കുടി നിർത്താം. ആ മനുഷ്യരെയും കൂടെ ഒരു പ്രത്യേക അഡിക്ഷൻ സെൻ്ററിൽ പോയി 30 ദിവസമോ 35 ദിവസം കിടക്കേണ്ടത് ഈ മനുഷ്യൻ 6 മാസം കിടന്നു അവിടെ. അയാളുടെ ഇഷ്ടപ്രകാരം 6 മാസം അവിടെ കിടന്നു. ഹിയർ കംസ് എ ന്യൂ മാൻ. ഒരു പുതിയ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അവൻ്റെ സകല ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിലും പുതുമയുണ്ടായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 6 മാസത്തെ ആ ഒരു സമൂഹത്തിൻ്റെ സഹവാസത്തിൽ, പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, വിശുദ്ധ മേശയിൽ പങ്കാളിത്തത്തിലൊക്കെ ആ മനുഷ്യൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു. അദ്ദേഹം വന്ന സമയത്ത് ചെയ്ത ആദ്യത്തെ ക്രമീകരണം, ഞാൻ അന്ന് കുട്ടനാട്ടിലെ വികാരിയായിട്ടിരിക്കുകയാണ് എൻ്റെ ഒരു പള്ളിയിൽ. ബാക്കിയുള്ളവർക്കൊക്കെ വീട് വെക്കാൻ ഞാൻ കുറേ സഹായിച്ചു ഞങ്ങളുടെ സഭയിൽ കൂടി. ഇവർക്കെല്ലാവർക്കും 5 സെൻറ്റ് സ്ഥലം വീതം പ്രമാണം എഴുതി അവരുടെ പേരിൽ കൊടുത്തു. 5 സെൻറ്റ് സ്ഥലം വീതം. ഓരോ വീട്ടുകാർക്കും 25,000 രൂപ അടിത്തറ കെട്ടാനായിട്ടും കൊടുത്തു. ഇവിടെ ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ ഒരു പുതുക്കമുണ്ടാകും. ഇന്ന് നമ്മളെല്ലാം ഒരു ആർജവ സംസ്കാരത്തിലായിരിക്കുന്നത്. വേറെ ആർക്കും ഒന്നും കൊടുക്കുകയില്ല. നമ്മുടേതായുള്ള സ്തോത്രകാഴ്ച സഞ്ചികളുടെയൊക്കെ ശുഷ്കത നമ്മൾ നോക്കണം. നമ്മുടെ വരുമാനം 10 വർഷം മുൻപ് എന്തായിരുന്നു? ഈ 10 വർഷത്തിന് ശേഷം നമ്മുടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ, കുറഞ്ഞോ? വർദ്ധിച്ച ഒരു സഹോദരനോ സഹോദരിയോട് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 10 വർഷം മുൻപ് നിൻ്റെ വീട്ടിൽ വരുമാനം ഉണ്ടായിരുന്ന സമയത്ത് നീ ദൈവാലയത്തിനും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും കൊടുത്തുകൊണ്ടിരുന്ന ആ എമൗണ്ടിൽ നിന്ന് എന്ത് വ്യത്യാസം? ഇപ്പോൾ 10 മടങ്ങ് വ്യത്യാസം നിൻ്റെ വരുമാനത്തിൽ നിനക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. ഒരു പുതുക്കം, എ റിന്യൂവൽ. ആമേൻ. ഈ കൺവെൻഷൻ കൊണ്ട്, നിക്യ വിശ്വാസ പ്രമാണത്തിൻ്റെ ഈ ആഴമായ പഠനം കൊണ്ട്, അന്വേഷണം കൊണ്ട് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലുണ്ടാകേണ്ടത് ഒരു പുതുക്കമാണ്. ഇതുവരെ ഇരുന്ന പോലെ ആകരുത്. കൽദയ സുറിയാനി സഭയുടെ വിവിധ ഇടവകളിൽ നിന്ന് ഇന്ന് ഇവിടെ ഈ ആരാധനയ്ക്ക് വന്നു ചേർന്ന് ജനം മടങ്ങിപ്പോകേണ്ടത് മാറണം. സഹോദര ബന്ധങ്ങൾക്ക് തകർച്ച സംഭവിച്ചെങ്കിൽ മാറണം. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ തകർച്ച സംഭവിച്ചെങ്കിൽ മാറണം.
പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറണം. ഇടവകയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറണം. എൻ്റെ ജീവിതത്തിൽ മദ്യപാനം ഉണ്ടെങ്കിൽ മാറണം. മയക്കുമരുന്നിന് അടിമകളായി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ മാറണം. ഭൂരിഭാഗം സമയവും ഒരു മൊബൈൽ ഫോണിൻ്റെ കീഴിൽ സമയം ചെലവഴിക്കുന്നെങ്കിൽ മാറണം. വലിയ നോയമ്പാണ്. ഇന്ന് 40-ാം വെള്ളിയാഴ്ചയാണ്. 10 ദിവസം കൂടെ കഴിയുമ്പോൾ ഈസ്റ്റർ അവസാനിക്കുകയാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന വിശ്വാസിയെ, ഒരു പുതുക്കം എനിക്കും നിനക്കും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്ത്? ഈ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നതിൻ്റെ അർത്ഥം എന്ത്? ഇത് ഏറ്റുപറയുന്നതിൻ്റെ അർത്ഥം എന്ത്? ഞാൻ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കൈ ഉയർത്തി ഒരു ഉത്തരം പറയണം. പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആരും മിണ്ടുന്നില്ല. പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചിട്ടുള്ളവരുണ്ടോന്ന്? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. അറിയാമല്ലോ ആ സാറാരാന്ന് അറിയാമല്ലോ. അത് രുചി എന്താണെന്നറിയാനൊരു മണ്ടനോട് പറഞ്ഞു, എടാ നാവിലൊന്ന് വെച്ച് നോക്കാൻ പറഞ്ഞു. നിനക്ക് പ്രതിഫലം തരാമെന്ന് പറഞ്ഞു. ആ മണ്ടൻ നാക്കിൻ്റെ അറ്റത്തോട്ട് വെച്ചു. എന്നിട്ട് ആ നാക്ക് മേലെണ്ണാക്കയിൽ മുട്ടിയപ്പോൾ അവൻ ഫിനിഷ്ഡ്. അതുകൊണ്ട് ഉപ്പാണോ മധുരമാണോ പുളിയാണോ എന്നൊന്നും അറിയാം. എസ് എന്നൊരു വാക്ക് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. പിന്നെ ലാബിൽ കൂടെയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യൻ്റെ നിർമ്മിതിയാകുന്ന ഒരു ചെറിയ കെമിക്കല് നിൻ്റെ നാവിന്മേൽ വെച്ചാൽ നിൻ്റെ ജീവിതം അവിടെ അവസാനിക്കുമെങ്കിൽ, നീ ഒരു പുതിയ അനുഭവമായിട്ട് മാറുമെങ്കിൽ, എൻ്റെ മുൻപിലിരിക്കുന്ന വിശ്വാസ സമൂഹമേ, ഈ വിശ്വാസ പ്രമാണം ഏറ്റു പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് അടുത്ത് ചെന്ന് എൻ്റെ തമ്പുരാൻ്റെ രക്തവും മാംസവും എത്രയോ കൊല്ലങ്ങളായി ഭക്ഷിക്കുന്ന, ചവച്ചിറക്കുന്ന, കുടിച്ചിറക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസ സമൂഹമേ, എന്തും മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടായി. എത്രയോ കൊല്ലങ്ങളായി കുർബാന കൊള്ളുകയാണ്. എത്രയോ കൊല്ലങ്ങളായി വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുകയാണ്. എന്ത് മാറ്റം എനിക്കുണ്ടായി? ഒരു പുതുമ എനിക്കുണ്ടായിട്ടുണ്ടോ? ഒരു പുതിയ ദർശനം എനിക്കുണ്ടായിട്ടുണ്ടോ? ഒരു പുതിയ കാഴ്ചപ്പാട് എനിക്കുണ്ടായിട്ടുണ്ടോ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. എന്തെന്നറിയാമോ? ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നറിയാമോ? എന്നിലും നിന്നിലൂടെ ഈ സദ്വർത്തമാനം മറ്റുള്ളവരിൽ എത്തിക്കുവാനൊക്കെ പ്രവർത്തിക്കും. ടു കമ്മ്യൂണിക്കേറ്റ് ദ ഗോസ്പൽ ത്രൂ അസ്. ഇവിടെ എന്നെ കൊണ്ട് അതാ ചെയ്യിക്കുന്നത്. ഈ ഇരിക്കുന്ന പട്ടക്കാരും മേൽപ്പട്ടക്കാരനും ഒക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ പട്ടക്കാരെല്ലാം ചെയ്യുന്നത് അത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന സകല ജനങ്ങളും ചെയ്യേണ്ടത് അത് തന്നെയാണ്. എന്താണെന്നറിയാമോ? ടു കമ്മ്യൂണിക്കേറ്റ് ദ ഗോസ്പൽ ത്രൂ ലൈഫ്. നിൻ്റെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല, നിൻ്റെ ജീവിതം ഒരു സുവിശേഷമാകണം. ഒരു 5ാമത്തെ സുവിശേഷമായി നിൻ്റെ ജീവിതം എഴുതപ്പെടണം. ദ 5th ഗോസ്പൽ. ആമേൻ. ഒരു 5th ഗോസ്പലായി നിൻ്റെ ജീവിതം എഴുതപ്പെടണം. 4 സുവിശേഷമേ വേദപുസ്തകത്തിലുള്ളൂ. ഈ 4 സുവിശേഷങ്ങൾ തിളങ്ങി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവും അവൻ്റെ പിതാക്കന്മാർ, അവൻ്റെ ദാസന്മാർ എഴുതിയെടുത്ത് 17 നൂറ്റാണ്ട് കൊണ്ട് രാവും പകലും ഏറ്റുപറയുന്ന ഈ വിശ്വാസ പ്രമാണവും എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ രൂപപ്പെടുമ്പോൾ ആ സുവിശേഷം അതിലുള്ളവരോട് പറയുവാൻ നീ ബാധ്യസ്ഥനാണ്. കഴിയുന്നുണ്ടോ? കഴിയാത്ത എന്താണെന്നറിയാമോ? ഈ ശക്തി നമ്മളിലില്ല. ശക്തി ഭൂമിയിലുണ്ട്. ഈ ശക്തി പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ അതെൻ്റെ ജീവിതാനുഭവങ്ങളിലില്ല. ഞാനതിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സുവിശേഷം ജീവിക്കണം, പറയുകയല്ല. സുവിശേഷം ജീവിക്കണം, സുവിശേഷമായി മാറണം. കോട്ടയത്ത് താലൂക്ക് ആശുപത്രിയിൽ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ എൻ.വി. ബെഞ്ചമിൻ അഞ്ചേരി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആർപ്പൂക്കര മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അവിടെയാണ് മെഡിക്കൽ കോളേജിൻ്റെ ക്രമീകരണമൊക്കെ. ഇദ്ദേഹം രാവിലെ അഞ്ചേരിയിൽ നിന്ന് കയറി വരുന്നത് കാറിലല്ല, ഒരു പ്രൈവറ്റ് ബസ്സിലാണ് കയറി വരുന്നത്. കയറി വരുമ്പോൾ ഒരു ചെറിയ തുകല് ബാഗ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആ ബാഗിനകത്ത് ചിലപ്പോൾ മരുന്നുകൾ കാണും, ചിലപ്പോഴല്ല മിക്കവാറും ഒരു പൊതി കാണും, അതുകൂടാതെ സ്റ്റെത്തും കാണും. ഞങ്ങൾ വൈദിക സെമിനാരി വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അവിടെ വെർബാറ്റം എഴുതുവാൻ വേണ്ടി ആ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഓരോ രോഗികളും ആവർത്തിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, ഹിയർ ഗോസ് എ വാക്കിംഗ് ഗോഡ്. നടക്കുന്ന ദൈവം.
നടക്കുന്ന ദൈവം ഡോക്ടർ NV ബെഞ്ചമിൻ അച്ഛനെ ഡോക്ടറെ നോക്കിക്കൊണ്ട് പറയുകയാകുന്നു, നടക്കുന്ന ദൈവം. എന്തുകൊണ്ടാണെന്നറിയാമോ? രോഗിയുടെ അടുക്കൽ ചെന്ന് പരിശോധിക്കുമ്പോൾ ദൂരെ മാറിയുന്നതുകൊണ്ടാണ് അറപ്പുള്ള ജന്തുക്കളെ കാണുന്ന പോലെയല്ല, തൊട്ട് തലോടി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മരുന്ന് കുറിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്, മരുന്ന് വാങ്ങാൻ പൈസയുണ്ടോ? അവർ പറയും, ഇല്ല സാറേ, സർക്കാർ ആശുപത്രിയാ. ഇല്ല. ശരി, 1 മണി കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരു ബൈസ്റ്റാൻഡർ എൻ്റെ മുറിയിലേക്ക് വിടണം, ഞാൻ അവിടെ മരുന്ന് വാങ്ങിച്ച് വെച്ചേക്കാം. സർക്കാരിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല, തനിക്ക് കിട്ടിയ സ്വന്തം ശമ്പളത്തിൻ്റെ ഭാഗമെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വരുന്ന ആയിരക്കണക്കിന് രോഗികളുടെ മരുന്ന് അദ്ദേഹം കുറിക്കുകയും അദ്ദേഹം വാങ്ങിക്കുകയും അദ്ദേഹം തന്നെ കൊടുക്കുകയും ചെയ്തു. എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ ഭാര്യ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഫെലോഷിപ്പിൽ വരുമ്പോൾ ആ ലേഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അതായത് ചിലപ്പോൾ 1-ലധികം പൊതികൾ ഡോക്ടർ സാർ കൊണ്ടുപോകും. നിങ്ങൾ ചോദിക്കുന്നതോ ഇന്ന് രാത്രി വരവില്ല? ഇല്ല, പകൽ തന്നെ ഞാൻ വരും. പക്ഷേ അവിടെ ഒരു രോഗി ഇന്നലെ ഒരു നല്ല ചോറ് വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്ന കഴിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൊടുക്കാൻ കൂടാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന വിശ്വാസ സമൂഹമേ, എത്രയോ നാളുകളായി അനുഗ്രഹത്തിൻ്റെ കുട ദൈവം തമ്പുരാൻ നിങ്ങളുടെ മേൽ തുറന്നു പിടിച്ച് നിങ്ങളെ കൈയുടെ ഉള്ളിൽ ഒരു ചിറകിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ചുകൊണ്ട് നടന്നിട്ട് നിങ്ങളുടെ ജീവിതം ഒരു ജീവിക്കുന്ന സുവിശേഷമായി സമൂഹത്തിന് മാറിയിട്ടുണ്ടോ? ആരാധിക്കാൻ നമ്മൾ മിടുക്കരാ, പ്രാർത്ഥിക്കാൻ മിടുക്കരാ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കണം. അതിനകത്ത് ശക്തമായൊരു വാചകമുണ്ട്. പ്രാർത്ഥിക്കുന്നവനെയും അത്ഭുതങ്ങൾ കാണിക്കുന്നവനെയും രോഗിയെ സൗഖ്യമാക്കുന്നതിനെയും എല്ലാം കണ്ടുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പറയുന്നൊരു വാചകമുണ്ട്, ഗെറ്റ് അവേ, കടന്നു പോയിക്കോ, എനിക്ക് നിന്നെ അറിയാൻ പാടില്ല. പ്രാർത്ഥിച്ചവനെയാണ്. അത്ഭുതം കാണി, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സുഖമാക്കി, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ സുവിശേഷിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞു, നിന്റെ ജീവിതം സുവിശേഷമല്ല, ഗെറ്റ് അവേ. ഇന്ന് രാത്രിയിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഗെറ്റ് അവേ. ഞാൻ എൻ്റെ കണ്ണടയ്ക്കും. പഴയ നിയമത്തിലേക്കൊന്നും പോകാൻ സമയമില്ല. ഞാൻ എൻ്റെ കണ്ണുകളടയ്ക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്ന ദൈവാലയത്തിൻ്റെ വാതിൽ ആരെങ്കിലും അടച്ചിട്ടിരിക്കുന്ന കൊള്ളായിരുന്നു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ജീവിക്കുന്ന സുവിശേഷമാണോ? പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന ശക്തി എവിടെയാണ്? 3 കൊച്ചു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഒരാളുടെ ജീവിതത്തിൽ എന്താണ്? ദ കൺവിക്ട്സ് അവർ സിൻസ്. എൻ്റെയും നിങ്ങളുടെയും പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളൊരു പാട്ട് പാടാൻ പോവുകയാണ്. ഒരു ചെറിയ പാട്ടിന് ഒരു ചരണം മാത്രം പാടും, സമയമില്ല. ശാന്തമായി നിങ്ങളോട് തന്നെ ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട പാപമുണ്ടോ? 2025 വലിയ നോമ്പ് തീരാൻ പോവുകയാണ്. വലിയ നോമ്പ് തീരാൻ പോവുക. ചോദിക്കണം, ഈ പരിശുദ്ധാത്മാവ് എന്നെ പാപത്തിൻ്റെ ബോധം വരുത്തുന്നുണ്ടോ? എൻ്റെ സഹോദരനോട് മിണ്ടിയിട്ട് ഞാൻ എത്ര നാളായി? എൻ്റെ സഹോദരിയുടെ ഭവനം സന്ദർശിച്ചിട്ട് എത്ര നാളായി? എൻ്റെ പ്രാർത്ഥനാ കൂട്ടത്തിൽ ചില ആളുകളോട് മിണ്ടാതിരിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് ഈ ബോധം, പാപബോധം ഇന്ന് രാത്രി നിനക്ക് തരും. 2, ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യനെ പുതിയതാക്കും. എ ന്യൂ ജനറേഷൻ, എ റീജനറേഷൻ. അവൻ്റെ കഴിഞ്ഞ കാലം ഇതാ സകലതും പുതുതായിരിക്കുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നാൽ അവൻ പുതിയതാകുകയാണ്. പുതിയതായിട്ടുണ്ടോ? അതോ ജനിച്ച നാൾ മുതൽ ചെയ്യുന്ന അതേ തഴക്കങ്ങളും വഴക്കങ്ങളും ഈ പള്ളിയിൽ ഇത്രയും നാൾ വന്നിട്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ട് ഒരു മൃഗത്തെ പോലെ ജീവിക്കുകയാണോ? അതുകൊണ്ടാണല്ലോ 49-ാം സങ്കീർത്തനക്കാരൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. ആരാധിക്കുന്ന സമൂഹമേ, വചനം കേൾക്കുന്ന സമൂഹമേ, വിവേകശൂന്യമായി ഒരു പുതുക്കം എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നശിച്ചു പോകുന്ന മൃഗങ്ങളെപ്പോലെ ഏതെങ്കിലും കല്ലറയിൽ ഒടുങ്ങാൻ വേണ്ടിയാണോ ഈ ജീവിതം? രാത്രി നിന്നോട് ചോദിച്ചിട്ട് വേണം ഈ ഗ്രൗണ്ട് വിട്ട് നീ ഇറങ്ങിപ്പോകാനായിട്ട്. 3-ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, എന്താണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ശുശ്രൂഷ ദൗത്യം? എന്താണ്? ടു ലിവ് ആസ് എ ഗോസ്പൽ, ഒരു സുവിശേഷമായി ജീവിക്കുക. ഒരു സിസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ടോ? ഒരാളെ ഉള്ളെന്നോ അതോ 1-ലധികം പേരുണ്ടോ? ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടയം ആർപ്പൂക്കര, അച്ഛനോട് പറഞ്ഞു, ആർപ്പൂക്കര മെഡിക്കൽ കോളേജിൽ കന്യാസ്ത്രീകളുടെ കൂടെ അവരുടെ ശുശ്രൂഷ കണ്ട് ഞാൻ കണ്ടു തള്ളിയിട്ടുണ്ട്. രാത്രിയും പകലും രോഗികളോടുള്ള അവരുടെ സമീപനം, രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിനോടുള്ള സമീപനം, അവരുടെ കുടുംബങ്ങളോടുള്ള സമീപനം
എന്നെ വല്ലാതെ എൻ്റെ മിനിസ്ട്രിയുടെ ആദ്യത്തെ 3 വർഷങ്ങളാണത്. എന്നെ സമൂലം മാറ്റിമറിച്ചത് ഈ കന്യാസ്ത്രീകൾ അന്ന് ചെയ്ത ശുശ്രൂഷ കണ്ടെത്തിയതാണ്. ജീവിക്കുന്ന സുവിശേഷമായി കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ കൂടി, എസ്പെഷ്യലി അവിടുത്തെ 13ാമത്തെ നമ്പർ ഇട്ടിരിക്കുന്ന വാർഡാണ് ക്യാൻസർ വാർഡ്. ഇന്നത് മാറിക്കാണും. ആ ക്യാൻസർ വാർഡിൽ ശുശ്രൂഷ ചെയ്യാൻ മാത്രം പോകുന്ന കന്യാസ്ത്രീകളുണ്ട്. എന്തേ നമുക്ക് ധാരാളം നേഴ്സസ് ഉണ്ട്, ഞാൻ അവരെ ആരെയും വിട്ടു പറയുന്നതല്ല. എന്നാൽ ജീവിക്കുന്ന സുവിശേഷമാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റൂടെ? ഇത്രയും നേരം ഇരിക്കുമല്ലായിരുന്നു? ഒന്ന് എഴുന്നേറ്റ്. ഇപ്പോൾ ഇവരൊരു പാട്ട് പാടും, ഗായക സംഘം. അറിയാവുന്നവരെന്നോട് ചേർന്ന് പാടിയേ നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ പാപത്തിൻ്റെ ബോധം എന്നിൽ നീ നിൻ്റെ ആത്മാവിനാൽ നൽകണമേ. എന്നെ നീ ഒരു പുതു സൃഷ്ടിയാക്കണമേ. എന്നെ ഈ തൃശ്ശൂർ പട്ടണം നേടുവാൻ തക്കവണ്ണം, ഈ തൃശ്ശൂർ പട്ടണത്തിൽ എന്തെങ്കിലും അധാർമികതയുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കി ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഒരു സുവിശേഷമായി ജീവിക്കുവാൻ എന്നെ നീ ഉപയോഗിക്കണമേ എന്ന് ഇന്ന് രാത്രി സമർപ്പണത്തിലേക്ക് വരാം. പാടാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലും പോലാത്മാവേ അമിത ബലം. ഹല്ലേലൂയ. ആദിയിലും പോലാത്മാവേ അമിത ബലം. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തി റിപ്പീറ്റ്. പരിശുദ്ധാത്മാവേ, ശക്തി ഈ സമൂഹത്തിലെ തിന്മകളോട് പോരാടുവാൻ ശക്തി പകർന്നിടണമേ. പാപത്തോട് പോരാടുവാൻ ശക്തി പകർന്നിടണമേ. പാപത്തിന്മേൽ ജയം വരിക്കുവാൻ ശക്തി പകർന്നിടണമേ. ഈ തൃശ്ശൂർ പട്ടണത്തെ ദൈവത്തിന് വേണ്ടി നേടുവാനുള്ള ശക്തി പകർന്നിടണമേ. ഒരു സാക്ഷിയായി സമൂഹത്തിൽ, ഒരു പുതിയ മനുഷ്യനായി, ഒരു സ്ത്രീയായി, ഒരു സഹോദരിയായി സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുവെന്ന് ഈ സമൂഹം തിരിച്ചറിയുവാൻ ആമേൻ. ഈ യാത്ര, ഈ ശുശ്രൂഷ മുഖാന്തരമാകണമേ. സകലവും മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ഇരുന്നു. യേശുവിന്റെ രക്തം, ജീവിക്കും രക്തം, സമ്പൂർണ്ണമാം രക്തം. പാപമില്ല. യേശുവിന്റെ രക്തം, ജീവിക്കും രക്തം, സമ്പൂർണ്ണമാം രക്തം. എൻ പാപം മോചിക്കും, ശാപനുകം തകർക്കും. അടിപ്പിണരിൻ കരം എന്നെ സൗഖ്യമാക്കിടും. എൻ പാപം മോചിക്കും, ശാപനുകം തകർക്കും. അടിപ്പിണരിൻ കരം എന്നെ സൗഖ്യമാക്കിടും. സംഹാരദൂതൻ കടന്നു വരാതെ കാത്തിടും രക്തം, കുഞ്ഞാട്ടിൻ രക്തം. സംഹാരദൂതൻ കടന്നു വരാതെ കാത്തിടും രക്തം, കുഞ്ഞാട്ടിൻ രക്തം. എൻ പാപം മോചിക്കും, ശാപ
ചീറ്റും ശാപ